ഇതെന്തോ ഈ കോളറില് കഴുകിയ ഷർട്ടാണ്, കഴുകി തേച്ച ഷർട്ട്. പൊടി പറ്റിയതാണ് കഴുകിയിട്ടിരുന്നപ്പം. ഇതിട്ടോണ്ട് വെളിയിൽ പോകാനുള്ളതല്ലേ? പൊടി പറ്റിയത് പൊടി പറ്റിയത് നാട്ടുകാർ കാണണോ? തട്ടിക്കളഞ്ഞാ പോകും. നിന്നെ കൊണ്ടൊന്നും ഒക്കത്തില്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ നീക്ക് എന്തിനിവിടാ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് നീ ചെയ്യണ്ട. ഓ ഇറങ്ങി പോകാൻ അങ്ങോട്ട് വെച്ചാ നിന്നേക്ക് എന്തായിരുന്നു കൊള്ളാം. നിന്നേക്ക് ഒന്ന് കുടിച്ച് മുടിക്കണം. നിന്നേക്കാ കൊന്ന അത്രയല്ലേ ഉള്ളൂ, ആ വേദന സഹിച്ചാ മതിയല്ല. ഇതിപ്പോ എന്നും ചീത്ത കൂടി കേൾക്കണം. പടത്തോനെ എന്റെ ഒരു തലയിലെടുത്ത്. വൃത്തിയായിട്ടൊരു കാര്യം ചെയ്യാൻ അറിഞ്ഞൂടാ, എന്നിട്ടാണ് അവളിപ്പം പളച്ചോനെയും വിളിച്ചോണ്ടിരിക്കുന്നത്. വൃത്തിയായിട്ട് ആദ്യം ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. ആ ചൂരണങ്ങൾ കുറ്റവും കുറവും കാണാൻ വേണ്ടി ഭൂതക്കണ്ണാടി വെച്ച് നോക്കണ ഒരു മനുഷ്യൻ നിങ്ങൾ മാത്രമേ ഈ ദുനിയാവിൽ ഉണ്ടാവുള്ളൂ. അതൊക്കെ പോട്ടെ, ഇപ്പൊ എവിടെയാണ് പോണത്? ഞാൻ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് കഴിച്ചിട്ട് പോവാൻ. നിന്റെ പോയ മാറി ഭക്ഷണം കഴിക്കാൻ പോകും. ഒന്ന് കഴിച്ചിട്ട് പോക്ക. എന്തോ നിക്കാ ഇക്കല്ല കുറച്ച് നാൾക്ക് മുമ്പ് വരെ പറഞ്ഞത് ഞാൻ എന്തുണ്ടാക്കിയാലും നല്ല രുചിയാണ് കഴിക്കാനെന്ന്. ഇപ്പൊ മാത്രം ഇപ്പൊ കുറച്ച് നാളുകളോട് മാത്രം ഇക്കാക്ക് ഇപ്പൊ ഇങ്ങനെ എന്തോന്ന് എന്റെ അടുത്ത് എപ്പോഴും ദേഷ്യമാണല്ലോ. മനുഷ്യന് മനസമാധാനം എന്താ? ചുമ്മാ കിടന്ന് ആരെ കഴിയുന്നു പറഞ്ഞിട്ട് വേണം. നിങ്ങളെ നേരത്തെ വന്നല്ല. മഴയല്ലേ? ആ മഴ ഒരു രക്ഷയില്ല. നീതാ ഇതില് കുറച്ച് പഴംപൊരി ഉണ്ട്. പിന്നെ ഞാൻ കടയിൽ ഉച്ച വരെ നിന്നോളൂ. പേര് മഴയില്ലേ, കുറച്ച് ചോറിട്ടാണ്. ആ വാ ചോറ് തരാം. എന്തൊക്കെയാ മോളെ കറി? മീൻകറിയൊക്കെ ഉണ്ടല്ലോ. ആ കൊള്ളാം. നിങ്ങൾ ആരും ചോറൊന്നും കഴിച്ചില്ലേ? തലത്തിലെല്ലാം അതുപോലെ ഉണ്ടല്ലോ. ഇല്ല മൈക്ക കഴിക്കാത്തോണ്ട്. അപ്പൊ നീയും കഴിച്ചില്ലല്ലേ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ, നീ കഴിക്കാത്തതെന്ന്? അവൻ പുറത്തു പോയ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കും. നീ വിശന്ന് നിന്റെ ആരോഗ്യം മോശമാവും, അത്രേ ഉള്ളൂ. എന്തായാലും വാ, നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് ചോറ് കഴിക്കാം. പാത്രമൊക്കെ എടുക്കും. വല്ലാത്ത ക്ഷീണം തന്നെ. എന്തൊരു മഴ മക്കളെ. ഇവിടുന്ന് അവിടെ ചെന്ന് ഉച്ച വരെ മഴ. പിന്നെ മുതലാളി പറഞ്ഞു ഉച്ചക്ക് ഇനിയിപ്പം മറ്റേ അപ്പുറത്തെ രുക്മിണി ഇല്ലേ, അവളാണ് പിന്നെ പാചകത്തിന് കയറിയത്. ഞാൻ വീട്ടിൽ പോട്ടെന്ന് പറഞ്ഞു. ചെറുപ്പിനെ പോയതല്ലേ. നീ ഇങ്ങോട്ട് ഇരിയപ്പി കാര്യങ്ങളൊക്കെ പറയട്ടെ. ഓ ഇരിക്കമ്മ. പിന്നെ എന്തൊക്കെയാണ് കാര്യങ്ങള്? ആ ഇന്നത്തെ കറികളൊക്കെ എന്തായാലും അസലായിട്ടുണ്ട്. ഉമ്മക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അല്ല മോളെ, അവ ഇങ്ങനെ ജോലിക്കൊക്കെ പോവാതിരുന്ന ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകുന്നതാണ്? ദിവസം പ്രതിയാണ് സാധനങ്ങൾ വില കൂടുന്നത്. ഞാൻ ഈ ഒറ്റ ആള് തുടങ്ങിയ ഒരിടത്തും എത്തൂല. കഴിഞ്ഞ ആഴ്ച ബാങ്കിൽ പണയത്തിന് വേണ്ടിയിട്ട് പൈസ അടച്ചത് എങ്ങനെയെന്ന് നിനക്കറിയാം? നിന്റെ കയ്യിലിരുന്ന ഒരു വള അത് ഞാൻ അങ്ങ് വിറ്റ്. അങ്ങനെയാണ് ആ പണയം അടച്ചത്. ഇതുവല്ല അവനറിയാമോ? നിന്നോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? അത് മാത്രം, വെളിച്ചെണ്ണ 1/2 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് 100 രൂപ. എനിക്ക് ദിവസം ഒരു 300 രൂപ കിട്ടിയ അത് എന്തിനൊക്കെ വരും? ഒന്നിനും വരും. ഞാൻ ആരെടുത്ത് പറയാം? നിന്നടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് അറിയാൻ മക്കളെ. ഈ ചെറുക്കന്റെ പോക്കിത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ. എന്റെ പഠിച്ചോനെ, ഞാൻ എന്ത് ചെയ്യാനാണമ്മ? മുഖത്തോട് മുഖം നോക്കിയിട്ട് വരാം മാസങ്ങളായി. ഇപ്പം പണ്ടത്തെ പോലെയല്ല, പണ്ടത്തെ ഇക്കായുമല്ല, ഒരുപാട് മാറിപ്പോയി. മോളിനി ഇതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. നോക്കാം ഏതുവരെ പോകുന്നു. ഇന്ന് കുടിച്ചിട്ടുണ്ടല്ലേ? ഞാൻ കുടിക്കുന്നത് നിനക്കല്ലോ. കള്ളു പിടിച്ചാൽ പിന്നെ അത്ര കോഴി. കഷ്ടം തന്നെ. മുമ്പൊക്കെ വല്ലപ്പോഴേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിപ്പോ സ്ഥിരമാണല്ലോ. ഇല്ല, എനിക്ക് കുടിക്കുന്നതിന് നിന്റെ തന്തയുടെ അനുവാദം, നിന്റെ അനുമതിയൊക്കെ മേടിക്കണം. നിന്റെ പോരി.
അതെ, ഞാനിവിടെ വലിങ്ങേറി വന്നതൊന്നുമില്ല. നിങ്ങൾ എന്നെ താലിയായിട്ട് കൊണ്ടുവന്നതാണ്. അപ്പൊ നിങ്ങൾ ഉപദേശം നേരാക്കാനുള്ള ചുമതല എനിക്കും ഉണ്ട്. ഉണ്ടടി, ഉണ്ട്. നിനക്കൊണ്ട് ഉപദേശിക്കാനുള്ള എല്ലാ ചുമതലയും ഉണ്ട്. മര്യാദ അടങ്ങി ഒതുങ്ങിയുള്ള കാര്യമുള്ളൂ. അല്ലെങ്കിൽ എന്റെ സ്വഭാവമാണ് പറഞ്ഞേട്ടാ. എനിക്ക് തോന്നുമ്പോ ഞാൻ കുടിക്കും. നീ ആരെയും ചോദിക്കാൻ മോൾ ഇവിടെ ഇരിക്കണ. ഉമ്മ എവിടെയെല്ലാം നോക്കി. മോളെ നീ വിഷമിക്കണ്ട. അവനല്ല ഇതൊക്കെ പറയണം. അവന്റെ വയറ്റിൽ കിടക്കുന്ന മദ്യമാണ് അവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കണം. നിനക്കറിയാമോ, അവന്റെ വാപ്പായെ കുറിച്ച് ഈ നാട്ടുകാരെ വാതോരാതെ പറയുമായിരുന്നു. ഇത്രയും നല്ലൊരു മനുഷ്യൻ വേറെ ഇല്ലായിരുന്നു. മദ്യം കയ്യിൽ കൊണ്ട് തൊടാത്ത ഒരു മനുഷ്യനായിരുന്നു. അത് കഴിക്കുന്നവര് ഉപദേശിക്കും, അല്ലെങ്കിൽ ചീത്ത വിളിക്കും. അങ്ങനത്തെ ഒരു മനുഷ്യനെ കണ്ണെടുത്താ കണ്ടുകൂടെയായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ മോൻ തന്നെ ഇങ്ങനെ ആയല്ലോ പഠിച്ചോനെ. അദ്ദേഹം ഇപ്പൊ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, അവന് കാരണം വഴി 2 കൊടുത്ത് മര്യാദ പഠിപ്പിച്ചന. ഇക്കാ, ഭക്ഷണം എടുക്കട്ടാ? ആ കൊള്ളാം. നീ എന്തോന്ന് പട്ടിണി അടങ്ങാൻ പോവേണാടാ? ആ കൊള്ളാം. എന്നും നീ ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് കഴിച്ചാൽ ഈ നാട്ടുകാരെന്തോന്ന് പറയും? ഈ വീട്ടിലൊന്നും ആ കൊച്ചു തിന്നാനും കുടിക്കാനും ഉണ്ടാക്കണില്ലെന്നല്ലേ പറയുള്ളൂ. നിനക്കും അതിനുമല്ലേ മാനക്കേട്? നീ എന്താ ഇതൊന്നും ആലോചിക്കാത്തത്? നിങ്ങളിവിടെ ഉപദേശിക്കാനുണ്ടോ? ബാക്കിയെല്ലാം നാട്ടുകാരെ പേടിക്കാൻ പോണ നാട്ടുകാരും അവരാണ് എനിക്ക് ചെലവിനെ പോകുന്നത്. അതെന്നെ അവരെന്നെ പിടിച്ച് ചൗര്യം ചെയ്യുമോ? നിങ്ങൾക്ക് മിണ്ടായിരിക്കും മനസമാധാനം തരും എനിക്ക്. ഈ ഉമ്മ നിന്നെ പ്രാന്ത് പിടിപ്പിക്കുന്നില്ല. പക്ഷെ ഉമ്മാക്കൊരു കാര്യം വേണം. നിന്നെ വിശ്വസിച്ച് അവന്റെ വീട്ടുകാര് അതിനിവിടെ ഏൽപ്പിച്ചു. നിനക്ക് കൈപിടിച്ച് നിന്നൊരു കൊച്ചി ഈ വീട്ടിലുണ്ട്. അതിനാണെങ്കിൽ അതിന്റെ തന്ത മരിച്ചു പോയി. ഇനി ഒരു തള്ളയുണ്ട്, അവർക്കാണെങ്കിൽ സുഖമില്ല. എന്റെ അതേ അവസ്ഥ. നീ ആ കൊച്ചിനെ ഇങ്ങനെ കരയിപ്പിക്കില്ല. അന്യ വീട്ടിൽ നിന്ന് വന്ന പെൺകുട്ടികളെ കണ്ണുനീരി കുടുംബത്തിൽ വീണുണ്ടല്ലോ മോനെ. ഈ കുടുംബം അങ്ങ് നശിച്ചു പോകും. നീ അത് മനസ്സിലാക്കണം. നിന്റെ ഭാര്യ നീ നല്ലവണ്ണം നോക്കുമ്പം നാട്ടുകാർ പറയും നീ ഒരു ആൺകുട്ടിയാണെന്ന്. അവളെ ഇങ്ങനെയൊക്കെ നീ കഷ്ടപ്പെടുത്തുകയാണെങ്കിൽ ഒരു ചാവാലി നായുടെ ഒരു വില പോലും മനുഷ്യരാരും നിനക്ക് തരൂല മക്കളെ. ആ ഇതൊക്കെ പറയാൻ ഈ ഉമ്മാക്കധികം ആയുസൊന്നുമില്ല. ഈ ലോകത്തുള്ള സർവ്വ രോഗവും എനിക്കുണ്ട്. എന്നിട്ടും നിന്നെയും മോളെയൊക്കെ കരുതിയിട്ടാണ് ഈ ഉമ്മ ഈ വയ്യാത്ത വയസ്സാം കാലത്ത് ജോലിക്ക് പോകുന്നത്. നീ ഒന്ന് മനസ്സിലാക്കും. ഇനിയെങ്കിലും നീ നിന്റെ ഈ ചീത്ത സ്വഭാവങ്ങളൊക്കെ മാറ്റി വെച്ച് ജീവിക്കാൻ നോക്കും മോനെ. ഇന്നും ഇക്ക ഇതെന്തോ നിക്ക ഒന്ന് കട്ടിലിന്റെ മുകളിൽ കയറി കിടന്നാണ്. ഇക്ക ഒന്ന് കട്ടിലിന്റെ മുകളിൽ കയറി കിടക്ക്. നീ മാറിപ്പോയ ഞാൻ അവിടെ കിടന്നോളാം. നീ മാറിപ്പോയ ചുമ്മാ ശല്യപ്പെടുത്താ. ഞാൻ തറയെ കിടക്കണുള്ളൂ. നീ അവിടെ വെച്ചാ പോയി. അങ്കിൽ ഞാനും തറയെ കിടന്നോളാം. ഞാൻ ഇപ്പൊ കട്ടിൽ കയറി കിടന്നോളാം. എനിക്ക് നിന്റെ അടുത്ത് കിടക്കണ്ടോ? ഓർത്തോളൂ ശല്യം. സ്വസ്ഥത വരില്ല. ഇക്ക ജീവിതം ഒന്നല്ലേ ഉള്ളു ഇക്ക. ഇങ്ങനെ വാശിയും ദേഷ്യവും ഒക്കെ കാണിച്ചിട്ട് എന്തിനാണ് ഈ ജീവിതം ഇങ്ങനെ നശിപ്പിച്ചതാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. കാണിക്കണ്ട, ഉറങ്ങിക്കോ. നിങ്ങൾക്ക് ഉറക്കമാണല്ലോ വലുത്. ബാക്കിയുള്ളവർക്ക് ഒരു സമാധാനവും ഇല്ല. അതിനെ കുറിച്ച് ചിന്തിക്കേ ചെയ്യരുത്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. അത് ഓർത്താ കൊള്ളാം. എണീറ്റ് നല്ല ലേറ്റ് ആയി. എനിക്ക് ഒന്ന് എണീക്ക് മനുഷ്യ. ഇതും എന്റെ ജോലിയുടെ ഭാഗമല്ലേക്കാ. ഒന്ന് എണീക്ക്. ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. സ്നേഹം എന്ന് പറയുന്ന അടുത്തൂടെ പോലും തൊട്ട് തീണ്ടിയിട്ടില്ല നിനക്കൊന്നും. ഒറ്റ എണ്ണത്തിന് എന്തോന്ന് വിശ്വാസം അഞ്ജലിയാണ് കാണിച്ചെന്നാണ് ഈ പറയണത്?
ഞാനല്ലേ ഇക്കാരെ ആട്ടും തുപ്പും കേട്ട് ഇപ്പോഴും ഇവിടെ കഴിയണത്. എന്നിട്ട് എന്നോടൊക്കെ ഇങ്ങനെ പറയണതിന്റെ കാര്യം എന്തോന്നാണ്? മൊത്തം നിന്റെ അഭിനയമല്ലേ, ഒറ്റ എണ്ണത്തിനെ വിശ്വസിക്കാൻ കൊള്ളൂല. അങ്ങനത്തെ വർഗങ്ങളാണ്. എന്നെ എല്ലാം കൂടെ ചേർന്നിട്ട് പൊട്ടനാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. പൊട്ടനാക്കിട്ട് ഈ കൊട്ടാരോ ഏക്കർ കണക്കിനുള്ള വസ്തുവൊക്കെ കൊണ്ട് എനിക്കങ്ങ് പോവാനല്ലേ പൊട്ടനാക്കണുള്ളൂ. അതൊക്കെ പോട്ട്. ഞാൻ ഇന്നലെ ഇക്ക എത്ര പ്രാവശ്യം ഫോണിൽ വിളിച്ചെന്ന് ഓർമ്മയുണ്ടാ? എവിടാ, ഞാൻ വിളിയോട് വിളിയായിരുന്നു. അവസാനം ഇങ്ങനെ റൂമിൽ വന്ന് നോക്കിയപ്പം ഫോൺ ഇതാ ഈ തലേനേരെ അടിയിലിരിക്കുന്നു, സൈലന്റ്. അപ്പൊ ഇപ്പൊ ഫോൺ എടുക്കാറുമില്ലല്ലേ? ഫോൺ ഞാൻ എടുക്കണില്ല. എന്നെ ആരും ഫോണിൽ കിടന്ന് വിളിക്കാൻ വേണ്ട. നാളെ ഈ ഫോൺ എന്തായാലും മൊത്തം കുഴപ്പം. ഇത്രയും നാൾ ഇക്കാരെ കയ്യില് ഊണിലും ഉറക്കത്തിലും എന്തിന് ബാത്റൂമിൽ പോകുമ്പോ വരെ ഫോണ് കയ്യിലുണ്ടായിരുന്ന മനുഷ്യനാണ്. ഇപ്പൊ ഇത് എന്ത് പറ്റി? എനിക്ക് ഫോൺ തല അടിച്ചാ പൊട്ടിക്ക്. ഞാൻ പൊക്കോളാം, ഇനി അതും കൂടെ നശിപ്പിക്കണ്ട. ആ മോളെ, എനിക്ക് ജോലിക്ക് പോകാൻ സമയമായി. പിന്നെ നീ ചോദിച്ച അവൻ്റെ അടുത്ത് 3-4 ദിവസമായല്ലേ അവൻ പണിക്ക് പോയിട്ട്. പണിക്ക് പോകാൻ ഉദ്ദേശം ഇല്ലേ അവൻ? പോവാറിഞ്ഞ ഞാനൊന്നും ചോദിച്ചില്ലമ്മ. ഇനി ചോദിച്ചാൽ എനിക്ക് ഇനി നല്ല രീതിക്ക് മറുപടി കിട്ടും. വെറുതെ രാവിലെ എനിക്ക് വഴക്കുണ്ടാക്കാൻ വയ്യായിട്ട് ഞാനൊന്നും ചോദിക്കാൻ പോയില്ല. ഇനി മോളൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. ഉമ്മാക്കാണെങ്കിൽ ഒരു സമാധാനം കാണൂല ജോലിക്ക് പോയാ. അവിടെ ചെന്നിട്ട് ഇവിടെ അടിയുണ്ടായ, രണ്ടും കൂടി തല്ലിയ. അതുകൊണ്ട് മക്കളൊന്നും മിണ്ടാൻ നിൽക്കണ്ട. അവ എന്തെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞു വരും. സമാധാനായിട്ടിരിക്കും. ഇല്ലമ്മ, ഞാനായിട്ട് ഒന്നും പറയാൻ പോകില്ല. അമ്മ സമാധാനമായിട്ട് പോയിട്ടോ. ഇപ്പോഴാണ് മോളെ ഒരു കാര്യം അറിയിച്ചത്. നമ്മളെ ഭാസ്കരൻ മാഷില്ലേ, മാഷിന് അവന് നല്ല ബഹുമാനമുണ്ട്. അവനെ കോളേജിലൊക്കെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പം ആ മാഷിനോട് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. മാഷ് ഒരു വഴി കണ്ടെത്താതിരിക്കില്ല. അത് വേണോ അമ്മ? ഇനി ഈ നാട്ടിലുള്ള എല്ലാവരും അറിയും. ഇനി നാട്ടുകാരെ നോക്കിയിട്ടൊന്നും കാര്യമില്ല മക്കളെ. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കിയല്ലേ പറ്റുള്ളൂ. ആ ഭാസ്കരൻ മാഷ് വിചാരിച്ചുകൊണ്ടാണ് മറ്റേ അങ്ങാടിയിലുള്ള ഒരു സരോജത്തിന് നിനക്ക് ഓർമ്മയുണ്ടോ? ദുബായിലായിരുന്നു. അവൻ ദുബായിൽ പോയി നാട്ടിൽ വന്നപ്പോഴും ഇതേപോലെ പ്രശ്നങ്ങളായിരുന്നു. ഭാസ്കരൻ മാഷ് വീട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് അപ്പൊ ആ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നു. ഇങ്ങനെ ഒരു തങ്കപ്പെട്ട ചെറുക്കം വേറെയില്ല. ഇവിടുത്തെ മോനുവേ ഭാസ്കരൻ മാഷിന് വലിയ കാര്യം. എന്തോ ഒരു പ്രത്യേക ബഹുമാനമാണ് അവന്. അയാൾ എന്ത് പറഞ്ഞാലും മറത്തവൻ പറയില്ല. അതുകൊണ്ട് എന്തായാലും ഈ മോൻ ഭാസ്കരൻ മാഷിനെ കാണും. കണ്ടിട്ട് എന്തായാലും പറയണം. ശരി അമ്മ, ഉമ്മാരെ ഇഷ്ടം പോലെ ആവട്ടെ. ഉമ്മ എന്നാ പോട്ടോ മക്കളെ, സമയം താമസിച്ചു. പെട്ടെന്ന് ചെല്ലട്ടെ. ഒന്നും കൂടെ എടുക്കട്ടേക്കാ, രുചിയുണ്ടാ? ഇത് തന്നെ ഞാൻ എന്റെ ഗതികേട് കൊണ്ട് തിന്നണേ. അല്ലെങ്കിൽ ഒരു നല്ല വാക്ക ഞാൻ പ്രതീക്ഷിച്ചൊന്നും അല്ല ചോദിച്ചത്. ചോദിച്ചെന്നേ ഉള്ളൂ. പിന്നെ സമ്മതിക്കൂല. എന്തായാലും ഒക്കെ കഴിക്കണുണ്ടല്ലോ, എനിക്കത് മതി. നിന്നെ കണ്ടിട്ടൊന്നും അല്ല. ആ തള്ള അല്ലെങ്കിൽ ഇവിടെ വന്ന് വേളം ഉണ്ടാകും. പാവം ഉമ്മക്കാ, അങ്ങനെയൊന്നും പറയല്ലേ. പടച്ചോ പൊറുക്കൂല. പടച്ചോറ് പോലും ഇപ്പൊ പിടിക്കുന്നില്ല. നീ എന്തിനു പൊറുക്കണെന്ത്? ഇപ്പൊ ജോലിക്ക് പോവാറില്ലല്ല. എന്ത് ഇത്രയും നാൾ നിന്റെ വാപ്പാടെ ചെലവിനാ അവിടെ കഴിഞ്ഞത് ഇല്ലല്ലേ? എന്തായാലും എനിക്കറിയാം. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും അവസാനം എന്റെ വാപ്പാരെ തലയിലാണല്ലോ കൊണ്ടുവരുന്നത്. എന്നെ പറഞ്ഞോ, സാരയില്ല, ഞാൻ കേട്ടോളാം. വേറൊന്നും കൊണ്ടല്ല, ആ പാവം വയ്യാത്ത ഉമ്മ. നിങ്ങളെ ഉമ്മ വേണം. വയ്യ, അതിനൊട്ടും വയ്യ. എന്നിട്ട് രാവിലെ അത് പോയി ആ ഹോട്ടലിൽ പോയി എന്തൊക്കെയോ വെച്ച് വിളമ്പിയിട്ടാണ് അന്നുള്ള ജീവിതം ഇവിടെ ഇപ്പൊ മുന്നോട്ട് പോണത്. നിങ്ങൾക്ക് അതിനെ കുറിച്ച് വല്ല അറിയാമോ? എന്താ ഒന്നും മിണ്ടാതിരിക്കണത്? എന്തെങ്കിലും പറഞ്ഞ ഇതാണ് അവസ്ഥ. എനിക്കൊരു പോക്കുണ്ട്. ഇന്നും മിണ്ടട്ടായിരുന്നു. ഇന്നും പതിവ് പോലെ ഇന്ന് ആടി ആടി വരും. എന്റെ ഒരു ഗതികേട്. ആ മോളെ, ഇന്നേ അവൻ പോയാ? പോയമ്മ. വഴിയിൽ വെച്ച് ഞാൻ കണ്ടായിരുന്നു ഭാസ്കരൻ മാഷ്. അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. മാഷിന് അതിന്റെ കാര്യങ്ങൾ കേട്ടപ്പോ ആവശ്യം എന്തെന്നല്ല കൊച്ച, ഞാൻ ഇങ്ങനെയൊക്കെ പറയണ കേട്ടിട്ട് വിശ്വസിക്കാൻ പോലും മാഷിന് പറ്റുന്നു. മാഷ് പറഞ്ഞത് നേരാണമ്മ. എനിക്കും തോന്നി
ഇപ്പം ഒരു 6 മാസമായി കാണും ഈ മാറ്റത്തിന് കാരണം. അതുവരെ എന്റെ ഇക്ക എന്ത് നല്ല ഇക്കായിരുന്നു. എന്തായാലും മാഷ് ഇന്ന് അവന്റെ കൂട്ടുകാരെയൊക്കെ ഒന്ന് കണ്ട് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്നെ വിളിക്കാന്ന് പറഞ്ഞു. നമുക്ക് അതുവരെ ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പോകാം. മോൾ വന്നോ? മോളെ, നമ്മളെ ഭാസ്കര മാഷ് വിളിച്ചായിരുന്നു. മാഷ് ഇന്നലെ തന്നെ കൂട്ടുകാരെല്ലാം കണ്ട് എന്തോ തക്കതായ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും നമ്മളടുത്ത് രണ്ടുപേർക്കും വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞേക്കുകയും. മോൾ എന്തായാലും റെഡി ആവും കേട്ടോ, നമുക്ക് പോയിട്ട് വരാം. മോളെ കയറി വാ. ഇരിക്കാം മാഷെ, ഇരിക്കാം മാഷെ. അല്ല, എന്താ മാഷ് കാണണോന്ന് പറഞ്ഞത്? അവന്റെ കൂട്ടുകാരെല്ലാം ഞാൻ കണ്ടിരുന്നു. അവന്റെ ഒരു സുഹൃത്തിനോട് അവൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ വീട്ടില് നിങ്ങൾ തമ്മിൽ വഴക്കാമെന്ന് പറഞ്ഞത് മാത്രം അവരാരും വിശ്വസിച്ചിട്ടില്ല. നല്ല വിദ്യാഭ്യാസവും പക്വതയുള്ള അവനിൽ നിന്നും ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിക്കുന്നില്ല. മോളെ, നിന്നോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് അറിയാവുന്നതെല്ലാം ഞാൻ പറയാം. കഴിഞ്ഞ 3-4 മാസമായിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമോ വഴക്കോ ഇഷ്ടമില്ലായ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടോ? കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുൻപ് വരെ ഞങ്ങൾ നല്ല സന്തോഷത്തിലായിരുന്നു മാഷ്. മാഷ് പറയും പോലെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ സന്തോഷത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങളിടയിൽ സ്വരച്ചേർച്ചയും വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോ അല്ലാതെ വേറെ ഏതെങ്കിലും അത് കിട്ടുന്ന മാർഗത്തിലോട്ട് നോക്കിയിട്ടുണ്ടാവും. മാഷ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പറയാം, പക്ഷെ നീ അത് കേട്ടിട്ട് വെറുതെ ടെൻഷൻ ആവാൻ തളരാനും വേണ്ട. പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരമാണ് വേണ്ടത്, അത് നമുക്ക് കണ്ടെത്താൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? എന്ത് വേണമെങ്കിലും ചെയ്യാം മാഷെ, എന്റെ കുടുംബത്തിന് മനസമാധാനം കിട്ടിയാൽ മതി. ശരി, ഞാൻ വിഷയത്തിലോട്ട് വരാം. സോഷ്യൽ മീഡിയ വഴിയുള്ള ബന്ധങ്ങൾ ചിലരുടെ ജീവിതത്തെ താറുമാറാക്കും. അതിലെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഈ മൊബൈൽ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? വീട്ടിലിരുന്ന് വേറെ ആരെങ്കിലും ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? എനിക്ക് സംശയമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ മാഷ് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എന്റെ ഓർമ്മയിലെ കുറച്ച് സംശയങ്ങൾ എനിക്ക് തോന്നുന്നുണ്ട്. എന്ത് സംശയമാണ് തോന്നിയിട്ടുള്ളത്? ഒരു നമ്പറിൽ നിന്ന് എപ്പോഴും കോള് വരാറുണ്ട്. കോള് വരുമ്പോഴത്തേക്കും എന്റെ അടുത്താണെങ്കിൽ മാറി വേറെ ഭാഗത്ത് നിന്ന് വർത്തമാനം പറയും. ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് കണ്ടാ പിന്നെ ദൂരെ എങ്ങോട്ടെങ്കിലും മാറി നിന്ന് വർത്തമാനം പറയും. അപ്പോഴെന്താ മോള് ചോദിച്ചില്ലേ, എന്താ നീ മാറി നിൽക്കുന്നില്ലേ, മാറി നിൽക്കുന്നെന്ന് ചോദിച്ചില്ലേ? ഒരിക്കൽ ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞത് ബിസിനസ് ആവശ്യത്തിന് എന്തോ കോള് വരുന്നതാണ്, വീട്ടിലെ ബാക്കിയുള്ളവർ വർത്താനം കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പുറത്തു പോയി വർത്താനം പറയണമെന്നാണ്. പിന്നെ ഞാനൊന്ന് ചോദിക്കാൻ നിന്നില്ല. സുഹൃത്ത് തന്നെ, അതാണ് അത്. സുഹൃത്ത് എന്ന് പറഞ്ഞ ഒരാളല്ലായിരുന്നു, ഒരു പെൺകുട്ടിയായിരുന്നു. ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത്? മൊബൈൽ പേഴ്സണൽ ലോക്കിലല്ലേ കിട്ടുന്നത്? ഈ ഇടയായി ലോക്ക് ചെയ്യാറുണ്ട്, അതിനെ കുറിച്ചും ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ബിസിനസ് ആവശ്യത്തിന് എന്തോ രേഖകളൊക്കെ അതിലുണ്ട്, അത് മിസ്സായി പോവാതിരിക്കാനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. പഠിച്ച കള്ളനാണ്. ഫേസ്ബുക്കിലൂടെ ഒരു പെണ്ണുമായിട്ട് സുഹൃത്ബന്ധം സ്ഥാപിച്ച് അവനത് വഴിവിട്ട ബന്ധത്തിലോട്ട് പോയി. ഒരു വീഡിയോ കോളൊക്കെ വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത ബന്ധത്തിലായി. ഇപ്പൊ ജോലിക്കെന്നും പറഞ്ഞ് അവ അവിടെ പാർക്കിലും അവിടെ ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ പോയിരുന്നു വീഡിയോ കോൾ വിളിയും ഫോണിൽ ചാറ്റും. ഇതൊക്കെയാണ് അവന്റെ ജോലിയായിട്ട് പോയിരിക്കുന്നത്. മനസ്സിലായോ? എന്തായാലും മാഷേ, എനിക്ക് അവളെ ഒന്ന് കാണാൻ പറ്റുമോ? എന്തായാലും ആ ബന്ധം ഇപ്പൊ നിലവിലില്ല. ഇതുകൊണ്ടൊന്നും തീർന്നിട്ടില്ല. അവനെ മാക്സിമം ഉപയോഗിച്ചു. അവന്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് 5-6 ലക്ഷം രൂപയോളം അവള് മേടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അവൾക്ക് കൊടുക്കാനായിരുന്നല്ലേ? എന്റെ ഗോൾഡ് എടുത്ത പണയം വെച്ചിട്ടാണ് അവൾക്ക് പൈസ കൊടുത്തത്. ചോദിച്ചപ്പോ ഏതോ കൂട്ടുകാരന്റെ പെങ്ങൾക്ക് കല്യാണ ആവശ്യത്തിനാണെന്നാണ് പറഞ്ഞത്.
ഒരു കുട്ടിയുടെ ജീവിതം അല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് സമ്മതിക്കുകയും ചെയ്തു. ഇതെല്ലാം അവന്റെ സുഹൃത്ത് പറഞ്ഞിട്ടുള്ള അറിവാണ്. ഇപ്പൊ അവള് പൈസ തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവളെ വീഡിയോ കോളും ഇല്ല, ചാറ്റിങ്ങും ഇല്ല, അവളായിട്ടൊരു ബന്ധവും കിട്ടുന്നില്ല. അപ്പൊ അതിന് ഇതെന്നുള്ളൊരു ഫ്രസ്ട്രേഷനാണ് അവനിപ്പോ ഈ കാണിക്കുന്നത്, ഈ മദ്യപിച്ചിട്ട് വരുന്നതും വീട്ടില് വെള്ളം ഉണ്ടാക്കുന്നതൊക്കെ. മനസ്സിലാവുന്നില്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും മാഷേ? അവള് പൈസ അയച്ചുകൊടുത്ത അക്കൗണ്ട് നമ്പറോ ഐഡിയോ ഉണ്ടായാലും ഇത്ര കൈവശം കാണില്ലേ? അവരെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറഞ്ഞിട്ട് അവളെ ഫേസ്ബുക്ക് ഐഡി ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് അതായത് മുഖേന്ദ്രം അവളെ കണ്ടുപിടിക്കാം. കുഴപ്പമില്ല, എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. മോളെ ഇവിടെ നിൽക്കുകയായിരുന്നു. മോളെ മാഷ് വിളിച്ചു. മാഷിനെ കുറിച്ച് ഒരു വിവരം ഇല്ലെന്ന് പറഞ്ഞ് ഞാൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തായി, എന്തെങ്കിലും വിവരം കിട്ടിയോ മാഷിന്? ഏതൊരു സുഹൃത്തുണ്ട് സൈബർ സെല്ലില്, അയാളെ കണ്ടായിരുന്നോ? സൈബർ സെല്ല് അതൊന്നും ഞാൻ ചോദിച്ചില്ല മോളെ. പക്ഷെ ഇന്ന് മോനെ കാണുമെന്ന് പറഞ്ഞു. പക്ഷെ മോന്റെ അടുത്ത് നമ്മളെ മാഷിനെ കണ്ട കാര്യം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവ അറിഞ്ഞിട്ടില്ല, നമ്മളെ മാഷിനോട് ഒന്നും പറഞ്ഞിട്ടുമില്ല. അങ്ങനത്തെ രീതിയിൽ വേണം അവ ഇവിടുന്ന് പോകാൻ. എന്തായാലും മാഷ് മോനെ കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ഇനി വേറെ ഒന്നും അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. അതാണ് ഉമ്മ നല്ലത്. നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയും. നീ ഓഫീസിൽ പോകാത്തതും ഈ വെള്ളം ഒടിച്ച് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ അറിയുന്നുണ്ട്. നിന്റെ കൂടെ ജീവിക്കുന്ന ഒരു പാവം കൊച്ചാണ്, അവന് വയ്യാത്തൊരു അമ്മ മാത്രമെന്നുള്ളത്. ആ ബോധം നിനക്ക് വേണം. എനിക്കെല്ലാം അറിയാം മാഷെ. എനിക്ക് പറ്റുന്നില്ല അവളെ കാണാതെ. ഇന്നലെ കണ്ട ഒരുത്തിക്ക് വേണ്ടിയിട്ടാണ് ജീവൻ തുളിച്ചുകൊണ്ടിരിക്കുന്നത്. അവളുടെ ഒരു ഫേക്ക് ഐഡിയ ആണ്. ഇനിയിപ്പോൾ അത് നമുക്ക് സൈബറിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മോനുണ്ട്. അപ്പോൾ അവനുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എവിടെ നിന്നാണെന്നോ എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം. എന്നിട്ട് എന്തായി മാഷെ? നിന്നെ നീ വിളിച്ചോണ്ടിരുന്നത് ഒരു പെൺകുട്ടിയുടെ ഐഡിയ തന്നെയാണ്. പക്ഷെ അതൊരു ഫേക്ക് ഐഡിയ ആയിരുന്നു. അപ്പൊ അത് ഇപ്പം എന്തായാലും മനസ്സിലായിട്ടുണ്ട്. നിന്റെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഇതുവഴി ഇങ്ങനെ ഫേസ്ബുക്ക് വഴി പങ്കുവച്ചിട്ടല്ലേ? എന്തായാലും അക്കൗണ്ട് ഹോൾഡുള്ള ആ കുട്ടിയെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും അവളായിട്ട് സംസാരിക്കും. എന്റെ പേര് പ്രസീത എന്നാണ്. എന്റെ ഐഡിയ ഉപയോഗിച്ചിട്ടാണ് ആ വ്യക്തി താങ്കളുമായിട്ട് ചാറ്റ് ചെയ്തത്. അവൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, അഭിഷേക് എന്നാണ് പേര്. ഞാൻ അറിഞ്ഞില്ലത് ഈ കാര്യത്തിനാണ് യൂസ് ചെയ്യാൻ വേണ്ടി. അവനെന്തോ അക്കൗണ്ട് വേണം, അത് എൻ്റെ ഐഡി ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തതാണ്. എനിക്കൊരു മണ്ടത്തരം പറ്റിയതാണ്. സാറിന് അത് ഇത്രമാത്രം വേദനിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എന്തായാലും സാറ് മാഷ് പറയും പോലെ സാറൊരു നല്ലൊരു തീരുമാനം എടുക്കണം. എന്തിനും ഏതിനും ഞാൻ എന്തായാലും കൂടെ ഉണ്ടാവും. ഞാൻ എന്തൊരു മണ്ടന! ഞാൻ ഈ കെണിയിൽ വന്ന് പെട്ടു. ഞാൻ കേസ് കൊടുക്കാം മാഷെ. പക്ഷെ എൻ്റെ വീട്ടില് ഭാര്യ ഉമ്മയൊക്കെ അറിഞ്ഞ ഒന്നും ആരും അറിയില്ല. നീ കേസ് നേരിട്ട് കൊടുത്താൽ മതി. ഇരു ചെവി അറിയാതെ നമുക്ക് കാര്യങ്ങൾ ശരിയാക്കാം. മാഷിനോട് നീ ഒരു കാര്യം പറയണമെന്നുണ്ട്. എന്തോ തുറന്ന് പറയാനാണെങ്കിൽ എനിക്കൊരു മടിയും. ഇപ്പേ നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാം. അധ്യാപകനെന്ന് പറഞ്ഞാൽ ക്ലാസ് എടുത്ത് പഠിപ്പിക്കുന്ന ആൾ മാത്രമല്ല, പുസ്തകങ്ങളിലുള്ളത് മാത്രം പറഞ്ഞ് പഠിപ്പിക്കുന്നതല്ല. അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്ത് പറഞ്ഞെന്നാലും അതിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് കൂടിയാണ്. പക്ഷെ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് അവളെന്തോ എന്നിൽ നിന്ന് അകന്നത് പോലും. എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മോനെ, നിന്റെ ഭാര്യയിൽ നിന്ന് നിന്റെ അടുത്ത് എന്തെങ്കിലും മോശം പ്രവൃത്തി ഉണ്ടായോ? ഉണ്ടെങ്കിൽ പറയൂ. ഞാൻ അങ്ങനെയൊന്നും കണ്ടില്ല. എനിക്ക് ചാറ്റിങ് തലക്കി പിടിച്ചപ്പോൾ അവളുടെ സ്നേഹമാണ് സത്യമെന്ന് എനിക്ക് തോന്നി. സ്നേഹത്തോടു കൂടിയുള്ള ഓരോ മെസ്സേജുകൾ കാണുമ്പോൾ ഞാൻ എൻ്റെ ഭാര്യയെ വെറുത്തുകൊണ്ടേയിരുന്നു. ഞാൻ ഏത് സമയത്ത് മെസ്സേജ് അയച്ചാലും അവളെനിക്ക് റിപ്ലൈ ചെയ്തു. അവളുടെ സ്നേഹമുള്ള ഓരോ മെസ്സേജുകൾ കാണുമ്പോൾ ഞാൻ അറിയാതെ തന്നെ കോരിത്തരിച്ചു പോകും. ഭാര്യയാണെങ്കിൽ 24 മണിക്കൂറും ഒന്നേ വലിച്ചിറക്കി കുറ്റവും പറഞ്ഞിങ്ങനെ നടക്കും. അവൾക്കാണെങ്കിൽ അതെല്ലാം ഒന്നും ചിരിക്കാനും പറഞ്ഞു. അവൾക്ക് ഞാൻ വെറും ഒരു ഭർത്താവ് എന്നുള്ള സാധനം മാത്രമേ. ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട ഒരു പെണ്ണ് എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുമ്പോൾ ബാക്കിയുള്ള പെണ്ണുങ്ങളും അതുപോലെയാണെന്ന് ഞാൻ കരുതി. ഇനി എൻ്റെ ഭാര്യയ്ക്കും ഇതുപോലെ ആരോടെങ്കിലും ചാറ്റിങ്ങും എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കും. പ്രണയവും അഭിനയ ജീവിതവും രണ്ടും ഒന്നല്ല. പ്രണയിക്കാനും അഭിനയിക്കാനും ഒക്കെ ഈ കാലത്ത് എല്ലാത്തിനും എളുപ്പമാണ്. മനസ്സിലായോ? ആരിഫ്, നിങ്ങൾ രണ്ടും രണ്ട് കുടുംബത്തിൽ നിന്ന് രണ്ട് പശ്ചാത്തലത്തിൽ നിന്ന് ജീവിച്ചു വന്നവരാണ്. പിന്നെ സ്നേഹമില്ലാന്ന് നീ പറഞ്ഞില്ലേ?
സ്നേഹം പലർക്കും പല രീതിയിലായിരിക്കും പ്രകടിപ്പിക്കാൻ കഴിയുക. ചിലർ ചിരിച്ചുകൊണ്ട് പ്രകടിപ്പിക്കുന്നു, ചിലർ അവരുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടാവും, അവർക്കത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയത്തില്ല. ഉള്ളിൽ സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, എന്നോട് അവർക്ക് സ്നേഹം കൂടുതലേ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ നിനക്കുണ്ടാവുന്ന സംശയം എല്ലാ സ്ത്രീകളും ഒരുപോലെയാണെന്ന് നീ തെറ്റിദ്ധരിക്കാൻ പാടില്ല. തങ്കം പോലെ ഓർമ്മയിരുന്നിട്ട് നീ മുക്കുവണ്ണം തേടി പുറത്തോടി അതാണ് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാണ് മാഷെ, എനിക്ക് എൻ്റെ ഭാര്യയെ മനസ്സിലാവുന്നുണ്ട്. മാഷെ, ഞാൻ എല്ലാം അവളോട് തുറന്നു പറയട്ടെ? നീ തുറന്നു പറയുന്നതാണ് നല്ലത്. ദാമ്പത്യ ജീവിതത്തിൽ ഒളിവും മറവും ഇല്ലാത്തതാണ് മുന്നോട്ടുള്ള ജീവിതം. സംതൃപ്തിയോടുകൂടി നല്ലൊരു സന്തോഷത്തോടുകൂടി പോകുക.